ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികെ. നവംബർ 24 മുതൽ എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. പോലീസ് വഴിയിൽ ജോയിൻ ചെയ്തോളാം. പെട്ടെന്നെത്തില്ല അവര്. ഉവ്വ്, നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിക്കൂടാനാ പറഞ്ഞത്. ശരവണൻ അവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ? ഉവ്വ് സർ, ഞങ്ങളെ കണ്ടതല്ലേ. പോലീസ് കൂടെ ഉള്ളതുകൊണ്ട് ആർക്കും നമ്മളെ തടയാനൊന്നും പറ്റില്ല. ആകെ ചെയ്യാൻ പറ്റുന്നത് മെഡിക്കലി ചില തടസ്സങ്ങളുണ്ടെന്ന് പറയലായിരിക്കും. പേഷ്യന്റിന്റെ അവസ്ഥ മോശമാണെന്ന് അവർക്ക് വാദിക്കാം. അപ്പോഴും ഡോക്ടറായ ഞാൻ കൂടെ ഉള്ളതുകൊണ്ട് അതും ഏശാനൊന്നും പോകുന്നില്ല. അങ്ങനെ വല്ലതും അവർ പറഞ്ഞ ശരവണനെ കസ്റ്റഡിയിൽ എടുത്തേക്കണം. പിന്നെ പോലീസ് കാവൽ ഏർപ്പെടുത്തണം. അതോടെ അവരുടെ എല്ലാ പ്ലാനിങ് പൊളിയും. ഈ പോക്ക് ശരവണനെ കൊണ്ടുവരാനുള്ള പോക്ക. ഇത്തവണ നമുക്ക് പിഴയ്ക്കാൻ പാടില്ല. എന്നാ ഇറങ്ങാം. ശരി. ഉറക്കഗുളിക കൊടുക്കാൻ ഞാൻ ഏർപ്പാട് ചെയ്തിരുന്നു. അതുകൊണ്ട് നാളെ രാവിലെ വരെ ഇവൻ എഴുന്നേക്കില്ല. പൊക്കിക്കോ. കൈയും കാലും കെട്ടണോ? എന്തിന്? ആന കുത്താൻ വന്നാൽ പോലും അവൻ എഴുന്നേക്കില്ല. അത്രയ്ക്കും ഡോസുള്ള ഗുളിക കൊടുത്തിരിക്കുന്നത്. ചെല്ല്. വാടാ. ദേ സർ, എന്താ സർ? ശരവണനോടെ? ഏത് ശരവണൻ? ഇവിടെ നിങ്ങൾ സെല്ലിൽ അടച്ചിരിക്കുന്ന ശരവണൻ. സെല്ലോ? അതിനിവിടെ രോഗികളെ കിടത്തി ചികിത്സിക്കാറില്ലല്ലോ. നുണ പറയണ്ട. ഞങ്ങൾക്കറിയാം ശരവണൻ ഇവിടെ തന്നെ ഉണ്ടെന്ന്. അവനെ കൊണ്ടേ ഞങ്ങൾ പോകും. ഞങ്ങൾക്ക് അയാളൊന്ന് ചോദ്യം ചെയ്യണം. അയാളിൽ നിന്ന് ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയാനുണ്ട്. സർ, ദേവി ഇത് പറയുന്നത് വിശ്വസിക്കണം. ഇവിടെ ഞങ്ങൾ ആരെയും കിടത്തി ചികിത്സിക്കാറില്ല. അതിനുള്ള സൗകര്യം ഹോസ്പിറ്റലില്ല. സർ, ഇവരോടൊന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല. കയറി നോക്ക്. അപ്പൊ അറിയാലോ ശരവണൻ ഉണ്ടോ ഇല്ലയോ എന്ന്. എവിടെ? ഇവിടെ ഉണ്ടായിരുന്നു സർ, ഇതിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. എന്തായി സർ? ഇല്ല, ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ സർ, ഇവിടെ ആരെ അഡ്മിറ്റ് ചെയ്തിട്ടില്ലെന്ന്. നിങ്ങളെ ആരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക. ഒന്നുമല്ല, ഞങ്ങൾ കണ്ടതാ. എങ്കിൽ ആളെവിടെ? നിങ്ങൾക്ക് ആളെ തെറ്റിയതാവും. അല്ല സാറേ, ശരവണ ഞങ്ങൾ ഇവിടെ കണ്ടതാ. എന്തായാലും ആളിവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങാം. സോറി ഫോർ ദി ഇൻകൺവീനിയൻസ്.
ഞാനാ ഡോക്ടറെ, ശരത്ത്. പോയ കാര്യമൊക്കെ ഭംഗിയായിട്ട് നടന്നോ? അല്ല, ശരവണ്ണനെ കാണാൻ പറ്റിയോ? അപ്പൊ നീയാണല്ലേ ശരവണ്ണനെ ഇവിടുന്ന് മാറ്റിയത്? എനിക്ക് അപ്പോഴേ തോന്നിയിരുന്നു. എന്തിനാ ഡോക്ടർ ആവശ്യമില്ലാത്ത പണിക്കിറങ്ങുന്നത്? ഡോക്ടറുടെ ജോലി ചികിത്സിക്കലല്ലേ, അത് ചെയ്താ പോരെ. എന്തിനാ എന്നെ ബുദ്ധിമുട്ടിക്കുന്നത്? എപ്പോഴും നീ തന്നെ ജയിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് ജയിച്ചേ പറ്റൂ ഡോക്ടറെ. ഞാൻ ജീവിതം വെച്ചല്ലേ ഡോക്ടറെ കളിക്കുന്നത്. വീണതല്ലേ, അതോടെ തീരും. അതുകൊണ്ട് ജീവൻ മരണ പോരാട്ടമാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ എനിക്ക് കരുത്ത് കൂടും. അതുകൊണ്ട് എന്റെ പിന്നാലുള്ള ഈ ഓട്ടം അങ്ങ് അവസാനിപ്പിച്ചേക്ക്. ശരവണ്ണനെ അങ്ങ് മറന്നേക്ക് ഡോക്ടറെ. അവനെ ഇനി കാണാൻ പോലും പറ്റത്തില്ല. പാവം ശരവണൻ ആ ആശുപത്രിയിൽ മര്യാദക്ക് ജീവിക്കായിരുന്നു. ഡോക്ടർ ഒറ്റൊരാളാ അവനിവിടേക്ക് മാറ്റാൻ കാരണം. ഈ പാവമൊക്കെ ഡോക്ടർ എവിടെ കൊണ്ട് കഴുകിക്കളയും. ആ കഷ്ടം. ആ അപ്പോ വെക്കട്ടെ ഡോക്ടറെ, നമുക്ക് ഇനിയും കാണാവേ. ശരത്ത, നമ്മൾ ഊഹിച്ചു തന്നെ അവൻ ആ ശരവണ്ണനെ കൊണ്ടുപോയി. ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു. നമ്മൾ കുറച്ചുകൂടി നേരത്തെ എത്തിയെങ്കിൽ ശരവണ്ണനെ രക്ഷിക്കാൻ പറ്റുമായിരുന്നു. ഇനി അതൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. അടുത്ത സ്റ്റെപ്പ് എന്താ, അതാ ചിന്തിക്കേണ്ടത്. ശരവണ്ണനെ ഇനി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല വിശാലെ. ഒന്നുകിൽ ശരവണ്ണനെ ശരത്ത് കൊല്ലും, അല്ലെങ്കിൽ ഈ സംസ്ഥാനത്ത് നിന്ന് തന്നെ അവനെ വേറെ എങ്ങോട്ടെങ്കിലും മാറ്റും, ഏതെങ്കിലും ദൂരെയുള്ള സ്ഥലത്തേക്ക്. കൊല്ലാനാണ് സാധ്യത. അല്ലെങ്കിൽ പിന്നെ സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന് അവൻ നന്നായിട്ട് അറിയാം. ആദ്യം തകർക്കേണ്ടത് ഈ ഹോസ്പിറ്റലാ. അവരാ അതിനൊക്കെ കൂട്ടുനിൽക്കുന്നത്. നിയമപരമായിട്ട് അവർക്കെതിരെ നീങ്ങാനുള്ള ഒരു തെളിവും നമ്മുടെ പക്കലില്ല. അതാണ് വേറൊരു പ്രശ്നം. സാരമില്ല ഡോക്ടറെ, ഒരു വാതിൽ അടയുമ്പോൾ 9 എണ്ണം വേറെ തുറക്കും. നമ്മളാണല്ലോ ശരിയുടെ പക്ഷത്ത് നിൽക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ തോറ്റുപോകുകയൊന്നുമില്ല. ഇപ്പൊ കുറച്ച് തിരിച്ചടികളൊക്കെ ഉണ്ടായെങ്കിലും അവസാനം കറങ്ങി തിരിഞ്ഞ് എല്ലാം നമ്മുടെ കയ്യിൽ തന്നെ വരും.